നമ്മളുടെ കയ്യിലുള്ള കട്ട് പീസ് അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ഡോർമേറ്റ് അല്ലെങ്കിൽ ചവിട്ടി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ദേ 3 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബെഡ്ഷീറ്റിൽ നിന്ന് ഞാൻ ഒരു 3 പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ 3 പീസ് കട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് വല്ല പുതപ്പോ അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൽ ഒറ്റ പീസ് എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ടിയില്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ 3 പീസ് എടുത്തത്. 26 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 16 ഇഞ്ച് വിഡ്ത്തും വരുന്ന 3 പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 സൈഡിലും ഓപ്പണിംഗ് വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി ഒരു സ്റ്റിച്ച് കാണുന്നത് ഇതൊരു ബെഡ്ഷീറ്റ് ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡ് മടക്കി അടിച്ചിരിക്കുന്ന സ്റ്റിച്ച് ആട്ടോ അത്. അപ്പോൾ ഞാൻ 4 സൈഡിലും 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചവിട്ടിയുടെ ബേസ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഇതുപോലത്തെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. 4 ഇഞ്ച് വിട്ട് വരുന്ന പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 26 ഇഞ്ച് അല്ലെങ്കിൽ 27 ഇഞ്ച് ആ ഒരു ലെങ്ത്ത് വരുന്ന ഒരു പീസുകളായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുറേ അധികം പീസുകൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല വശം പുറമേ കാണുന്ന പോലെ ചീത്തവശം ഉള്ളിൽ പോകുന്ന രീതിയിൽ ഇതുപോലെ നീളത്തിൽ 2ആക്കി മടക്കിയെടുക്കാം. അതായത് 4 ഇഞ്ച് മടക്കി നമ്മൾ 2 ഇഞ്ച് വീതിയിലാക്കിയിട്ട് നമ്മളുടെ ചവിട്ടിയുടെ ബേസിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതായത് ക്ലോസിങ് പാർട്ട് നമ്മളുടെ ചവിട്ടിയുടെ എൻഡിങ് ഭാഗത്തേക്കും അതുപോലെ തന്നെ ഓപ്പണിംഗ് പാർട്ട് ഇതുപോലെ നിൽക്കുന്ന രീതിയിലും വേണം നമ്മൾ ചവിട്ടിയിൽ വെച്ച് കൊടുക്കാൻ, അതായത് ആ ബേസിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ആ ഓപ്പണിംഗ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എൻഡിങ് വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ അതേ നമ്മൾ എൻഡിങ് വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒരു പീസ് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ഈ 4 ഇഞ്ച് പീസിന് മടക്കി 2 ഇഞ്ച് വീതിയിലാക്കിയിരിക്കുന്ന ആ ഒരു പീസിന് ഇതുപോലെ നമ്മളുടെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആക്കി ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ചവിട്ടിയിൽ മൊത്തത്തിൽ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വരുന്ന പോലെ നിരത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എല്ലാത്തിൻ്റെയും ഇടയിൽ വരുന്ന ഗ്യാപ്പ് 1 ഇഞ്ചാണ് എടുത്തതെങ്കിൽ മൊത്തത്തിൽ നമ്മൾ 1 ഇഞ്ച് തന്നെ വരുത്തി സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ഭംഗി കുറവുണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ മൊത്തത്തിൽ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻഡിങ് വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പാർട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചവിട്ടിയുടെ ബോർഡർ ഭാഗത്തൊക്കെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളൊരു പീസും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 40-44 ഇഞ്ചോളം വേണം പീസ്. അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ബാലൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊരു ചവിട്ടിയുടെ 1/4 ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ഒരു പീസ് ഫ്രണ്ടിലോട്ട് മടക്കി വെച്ചിട്ട്, അതായത് തുമ്പ് ഭാഗം ഫ്രണ്ടിലേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ബോർഡറിൽ ഇതുപോലെ മൊത്തത്തിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചവിട്ടിയുടെ ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് മെഷീൻ ഇല്ലാണ്ട് കൈവച്ച് തുന്നിയും എടുക്കാം. പക്ഷേ കൈവച്ച് തുന്നി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചധികം ടൈം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് മതി നമുക്കിത് ചെയ്തെടുക്കാൻ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എല്ലാം ഒറ്റ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഒറ്റ കളറിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൾട്ടി കളറൊക്കെ യൂസ് ചെയ്യാം. അതായത് പല വേസ്റ്റ് മെറ്റീരിയലും യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ എൻഡിങ് വരെ ആയിട്ടുണ്ട്. എൻഡിങ് ഭാഗത്തും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മടക്കി കൊടുത്ത പോലെ തന്നെ എൻഡിങ് ഭാഗത്തും മടക്കി കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് തിരിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി ബാക്ക് സൈഡിൽ മൊത്തത്തിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് മടക്കി ഒന്ന് നമ്മൾ അതിൻ്റെ തുമ്പത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെ, ഇതാണ് നമ്മളുടെ ചവിട്ടിയുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.